ഹായ് ഗായ്സ്, വീണ്ടും ഒരു തീറ്റ വ്ളോഗാണ്. എനിക്കറിയില്ലായിരുന്നു ഇത് തീറ്റ വ്ളോഗായിട്ടാണ് മാറാൻ പോകുന്നതെന്ന്. ഞാൻ ഇങ്ങനെ കിടക്കാൻ നേരപ്പനോട് പറഞ്ഞ് റെഡി ആവ്, നമുക്കൊന്ന് പുറത്ത് ഡ്രൈവിന് പോയിട്ട് വരാം. യൂഷ്വലായിട്ട് നമ്മൾ പോവാറുണ്ട്. ബൈക്ക് എടുത്ത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ട്, ഞാൻ നോക്കുമ്പോൾ നമ്മുടെ നഗരപാലിക കിഗർ മീൻസ് നഗരപാലികയുടെ ഓഫീസാണ് ഞാൻ പറയുന്ന പോലെ. അപ്പോൾ അത് ഫുള്ള് ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇട്ട് ഭയങ്കര അടിപൊളിയാക്കിയിരിക്കുന്നു. അങ്ങനെ നേരെ എന്നെ കൊണ്ടുപോയതൊരു മോളിലേക്ക്. ഞാനാണെങ്കിലോ ജസ്റ്റ് ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് ഇറങ്ങിയത്. പിന്നെ മോളിലെത്തി നോക്കുമ്പം എന്നെ കൊണ്ടുപോയത് ഇവിടുത്തെ തന്നെ ഒരു ഫേമസ് ബർഗർ ജോയിൻ്റ് ആയിട്ടുള്ള ജിമ്മീസ് ബർഗറിലായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിലെ ഇൻറ്റീരിയറൊക്കെ കാണാൻ വേണ്ടി. ഇതൊരു മോളാണെന്ന് കണ്ടാൽ പോലും പറയില്ല കേട്ടോ. അതിനകത്ത് കുറേ പബ്ബൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തു. ആദ്യം വന്നത് അവിടുത്തെ ഒരു ചീസിൻ്റെ ഒരു സ്റ്റിക്ക് പോലെയാണ്. ഞാനത് കഴിക്കുന്നത് നിങ്ങൾ കാണണം കേട്ടോ. അതിൻ്റെ ആ ഒരു ചീസ് 3 തരം സോസൊക്കെ തരും കേട്ടോ നമുക്ക് ഓരോ ഡിഷിൻ്റെയും കൂടെ. അങ്ങനെ ഞാൻ 2 സോസ് ഒഴിച്ച് അത് ഡിപ്പ് ചെയ്തിട്ട് ഞാനത് കഴിക്കുന്നത് നിങ്ങൾ ശരിക്കും കാണണം. കണ്ടോ, അതിൻ്റെ ഒരു ചീസ് പുള്ള് നോക്കിയേ. ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരികയായിരുന്നു. ചൂടും കേട്ടോ, വായും പൊള്ളുന്നുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു ഐറ്റമാണ് ഈ ചിക്കൻ്റെ എന്തോ ക്രിസ്പി ചിക്കനോ അങ്ങനെന്തോ ആയിരുന്നു പേര്, ഞാൻ ഓർക്കുന്നില്ല. ഇത് കഴിച്ചു എൻ്റെ വായ പൊള്ളി. പിന്നെ അപ്പോൾ ഗിരിയേട്ടൻ എന്ത് ചെയ്തു, ബുദ്ധിപരമായിട്ട് അത് മുറിച്ച് സോസിൽ മുക്കി കഴിക്കുന്നത്. ഒന്ന് എനിക്ക് തോന്നുന്നു മസ്റ്റാർഡ് സോസാണ്, ഒന്ന് നമ്മുടെ മയണൈസാണ്. 2 സോസ് നല്ല ടേസ്റ്റ് ഉണ്ട്. മറ്റേ സോസ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഈ 2 സോസും കൂട്ടി ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കഥയിലെ താരം ഇതാണ് അവിടെ നിന്ന് കുടിച്ചതിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് കഴിച്ചതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഐറ്റം. ആ ഒരു ഓറഞ്ച് പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. എൻ്റെ അമ്മ ഭയങ്കര അടിപൊളി സാധനം കേട്ടോ, നല്ല ടേസ്റ്റാവും. ആ ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ ഓറഞ്ചിൻ്റെയൊക്കെ, അത് ശരിക്കും പറയണം. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മളവിടുത്തെ മെയിൻ സാധനമായിട്ടുള്ള ബർഗർ ഓർഡർ ചെയ്തു. ബീഫ് ബർഗർ ആയിരുന്നു. അത് വന്ന സമയത്ത് 2 പാറ്റിയൊക്കെ ഉള്ള നല്ല അടിപൊളി ബർഗറാണ്. ടിഷ്യൂലൊക്കെ പൊതിയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, ഈ ബർഗറൊക്കെ കഴിക്കാൻ ടിഷ്യൂ പൊതിയണോ? ഇതിലും വലിയ ബർഗറൊക്കെ നമ്മൾ കഴിക്കുന്നതല്ലേ. ഞാനിവിടെ ബർഗർ ലോഞ്ചിൽ കോഴിക്കോട് ആകുമ്പോൾ ബർഗർ ലോഞ്ചിലെ വലിയ ത്രിബിൾ പാറ്റി വരുന്ന ബർഗറൊക്കെ കഴിക്കുന്ന. അപ്പോൾ ഈ ബർഗർ എന്തിനാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞാൽ നീ കഴിക്കുമ്പം നിനക്ക് മനസ്സിലാവും എന്തിനാണ് ഞാനത് ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ടൊക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞു. കാരണം വായ കൊള്ളാണ്ടിരിക്കാൻ മാത്രമല്ലല്ലോ. അങ്ങനെ ഞാൻ കഴിക്കുന്ന രംഗമാണ് നിങ്ങളീ കാണുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബർഗർ ഭയങ്കര ജ്യൂസിയാണ്. അപ്പം അതൊന്ന് നിറച്ചും വെള്ളം കയ്യിലേക്ക് വരും. ആ ടേസ്റ്റ് കൊണ്ടേ എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ നിങ്ങൾ കാണുന്നില്ല, കണ്ടോ. അതിൻ്റെ ഉള്ളിലത്തെ ഒരു അവസ്ഥയാണ് ഞാൻ കാണിച്ചത്. അത്രയും ജ്യൂസി ബർഗറാണ്. എൻ്റെ കൈ നിറച്ചും അതിൻ്റെ ഒരു നീരായി. അപ്പം എന്നോട് ചോദിച്ചു എന്തിനാ ടിഷ്യൂ എടുത്തതെന്ന് മനസ്സിലായില്ലേ. നല്ല ആംബിയൻസ് ആട്ടോ, കാണാൻ നല്ല രസമാണ്. മൊത്തം ഒരു ബർഗർ തീമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു. ഞാൻ നിങ്ങൾക്ക് ബില്ല് കാണിച്ചു തരാം കേട്ടോ. എല്ലാം കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ എത്ര രൂപയായിരുന്നു കണ്ട. നല്ല കുറച്ചൊരു ഹൈ റേഞ്ചാണ്, പക്ഷേ ബോംബെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു.